നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുരേഷ് ഗോപിക്ക് തിരിച്ചടി. വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ലെന്ന് കോടതി. പ്രളയകാലത്ത് മുതുകിൽ ചവിട്ടി സ്ത്രീകളെ തോണിയിലേക്ക് കയറാൻ സഹായിച്ച ജെയ്സൽ സ്വർണം തട്ടിയെടുത്ത കേസിൽ വീണ്ടും അറസ്റ്റിൽ. ആക്രമണത്തിൽ ശ്വാസകോശം തകർന്നു. തലച്ചോറിൽ രക്തസ്രാവം. മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ക്രൂരമർദ്ദനത്തെ തുടർന്ന്. നിലപാട് തിരുത്തി മന്ത്രി വീണ ജോർജ്. അനിതയ്ക്ക് നീതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം. വാർത്തകൾ വിശദമായി. തൃശൂരിലെ NDAയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിലാണ് നടന് കോടതിയുടെ മറുപടി. 16 വർഷങ്ങളിലായി 2 ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ നിന്ന് നടൻ സ്വന്തമാക്കിയത്. വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനായി വ്യാജവിലാസമാണ് ഉപയോഗിച്ചത്. വ്യാജവിലാസം ഉപയോഗിച്ചതും നികുതി വെട്ടിച്ചുവെന്നതുമായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ കേസ്. ഇതിലൂടെ സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായി എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സുരേഷ് ഗോപി കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ഇത് കോടതി തള്ളി. കേസിന്റെ വിചാരണ നടപടികൾ മെയ് 28-ന് ആരംഭിക്കുമെന്നും കോടതി അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം തട്ടിയെടുക്കൽ കേസിൽ പിടിയിലായ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി കരിപ്പൂർ പോലീസ്. പരപ്പനങ്ങാടി ആവിൽ ബീച്ച് സ്വദേശി KP ജെയ്സലാണ് അറസ്റ്റിലായത്. മാർച്ച് 12-ന് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണം തട്ടിയെടുക്കൽ കേസിലെ പ്രതിയാണ് ജെയ്സൽ. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ ഗർഭിണിക്ക് തോണിയിൽ കയറാൻ ചുമൽ കുനിച്ചു നിന്ന വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ശ്രദ്ധേയനായ ആളാണ് ജെയ്സൽ. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം ജെയ്സലിനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിൽ ജെയ്സലിനെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ വാങ്ങിയ ജെയ്സലിനെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് തന്നെ കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലത്ത് ഒരു കേസിൽ പിടിയിലായ പ്രതി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്നതിനിടയിലാണ് സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവെടുപ്പിനായി കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിൽ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ അറസ്റ്റിലായിരുന്നു. പിടിയിലായവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് ജെയ്സലിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. എറണാകുളം മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ക്രൂരമർദ്ദനത്തെ തുടർന്നെന്ന് പോലീസ്. മർദ്ദനത്തിൽ ശ്വാസകോശം തകർന്നെന്നും ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചവരിൽ 10 പേരെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊല്ലപ്പെട്ട അശോക് ദാസിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. എറണാകുളം മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ആൾക്കൂട്ടത്തിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത 10 പേരുടെയും അറസ്റ്റ് മൂവാറ്റുപുഴ പോലീസ് രേഖപ്പെടുത്തി. നെഞ്ചിലും തലയ്ക്കുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. ആക്രമണത്തിൽ ശ്വാസകോശം തകർന്നുവെന്നും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വ്യാഴാഴ്ച രാത്രി വാളകം ആയുർവേദ ആശുപത്രിക്ക് സമീപം സുഹൃത്തിനെ കാണാനെത്തിയ അശോക് ദാസിനെ കെട്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു. ദേഹത്ത് രക്തക്കറയുമായി വന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ട് നാട്ടുകാർ തടഞ്ഞ് ചോദ്യം ചെയ്തു. തുടർന്ന് പോലീസിനെ വിളിച്ചപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇയാളെ പിടിച്ചു നിർത്തി കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് ഇയാൾ മർദ്ദനത്തിനിരയായെന്നും പറയപ്പെടുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ രോഗി പീഡനത്തിനിരയായ സംഭവത്തിൽ നടപടി നേരിട്ട നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അനിതയ്ക്ക് നിയമനം നൽകും. ഇതിനായുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ICUവിൽ രോഗി പീഡനത്തിനിരയായ സംഭവത്തിൽ വീഴ്ച പറ്റിയെന്ന അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അനിതയ്ക്കെതിരായ നടപടി. എന്നാൽ അനിതയെ തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ആരോഗ്യവകുപ്പ് തയ്യാറായിരുന്നില്ല. കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്ന് അനിത മെഡിക്കൽ കോളേജിൽ ആരോഗ്യവകുപ്പിനെതിരെ സമരം ആരംഭിക്കുകയും അതിജീവിത പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കണ്ണുകെട്ടിയായിരുന്നു അതിജീവിതയുടെ പ്രതിഷേധം. കണ്ണു തുറക്കാത്ത ആരോഗ്യമന്ത്രിക്കെതിരെയാണ് കണ്ണുകെട്ടിയുള്ള സമരമെന്നായിരുന്നു അതിജീവിതയുടെ വിശദീകരണം. അനിതയുടെ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു.